നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം തുടങ്ങിയിരിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ പുരോഗമിക്കുന്നത്. ഒന്നാം പ്രതി പൾസർ സുനിയിൽ കോടതിയിൽ ഹാജരായി. അതേസമയം മുൻ DGP ശ്രീലേഖ IPSനെതിരെ അതിജീവിത പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രതി ദിലീപിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് യൂട്യൂബ് ചാനലായ സസ്നേഹം ശ്രീലേഖയിലൂടെ പറയുന്നതെന്ന് പരാതിയിൽ പറയുന്നു. വിചാരണ കോടതിയിലാണ് അതിജീവിത ഹർജി നൽകിയത്. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, സസ്നേഹം ശ്രീലേഖ എന്ന യൂട്യൂബ് ചാനലിലൂടെ മുൻ IPS ഉദ്യോഗസ്ഥ ശ്രീലേഖ ഈ നടിയാക്രമണ കേസുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ എന്ന രീതിയിൽ പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. ഈ സംഭവത്തിൽ, അതായത് ഇന്ന് കോടതിയിൽ അന്തിമവാദം തുടങ്ങിയ പശ്ചാത്തലത്തിൽ നടി ഈ അതിജീവിത ശ്രീലേഖയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുന്നു, പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നടി നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്? ഈ കേസ് വിചാരണ കോടതിയിലിരിക്കെ കോടതി അലക്ഷ്യമെന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് നടി ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആ സമയത്ത്, അതായത് ഈ കേസ് നടക്കുന്ന സമയത്തും ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്തും പൾസർ സുനിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്തും ജയിൽ DGP ആയിരുന്നു ശ്രീലേഖ. അതേസമയം അന്വേഷണ സംഘവുമായി യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. അന്വേഷണ സംഘ തലവയായിരുന്നില്ല, അതല്ലെങ്കിൽ അന്വേഷണ സംഘാംഗമായിരുന്നില്ല. എന്നിട്ട് പോലും ദിലീപിനെ വെളുപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടന്റുകളാണ് ശ്രീലേഖ തൻ്റെ സസ്നേഹം ശ്രീലേഖ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കോടതി അലക്ഷ്യമാണ് എന്ന് തന്നെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഹർജിക്കാരി, അതായത് അതിജീവിത ഇതിനെതിരെ ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ അന്തിമവാദം തുടങ്ങാനിരിക്കുന്ന ഈ ദിവസം ഇത് വിഷയം ചർച്ചയാവുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധേയമായ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം പൾസർ സുനിയെ പറ്റി പറയുമ്പോൾ, പൾസർ സുനി കേസിലെ ഒന്നാം പ്രതിയാണ്. പൾസർ സുനി ഇപ്പോൾ അന്തിമവാദം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പൾസർ സുനി വിചാരണ കോടതിയിൽ, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. പൾസർ സുനിയെ ചുറ്റിപ്പറ്റിയാണ് ശ്രീലേഖ തന്റെ ഈ പ്രധാനപ്പെട്ട, അതായത് ദിലീപ് കേസിൽ കുറ്റക്കാരനല്ല എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള കോണ്ടന്റുകൾ നിരത്തുന്നത് അങ്ങനെയാണ്. കാരണം പൾസർ സുനി സ്ഥിരമായി സിനിമാ രംഗത്തെ സ്ഥിരം ഡ്രൈവറാണ്. സ്ഥിരമായി ഇത്തരത്തിൽ നടിമാരെ ആക്രമിക്കുകയും അല്ലെങ്കിൽ നടിമാരോട് മോശമായി പെരുമാറുകയും ചെയ്തിരുന്ന ഒരാളാണ്. ഇത് ഈ കേസിലെ അതിജീവിതയുടെ മാത്രം അനുഭവമായിരുന്നില്ല എന്നായിരുന്നു മുൻ ജയിൽ DGP വ്യക്തമാക്കിയിരുന്നത്. അതുമാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനിക്കെതിരെ നിരവധി നടിമാരാണ്, അതായത് ഈ അതിജീവിതയുടെ പ്രശ്നമുണ്ടായപ്പോൾ, നടിയെ ആക്രമിച്ച കേസുണ്ടായപ്പോൾ നിരവധി പേരാണ് തന്നോട് ഇത്തരത്തിൽ പൾസർ സുനി തങ്ങളോട് മോശമായി പെരുമാറി, അതല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീയോട് പെരുമാറുന്ന തരത്തിലല്ലാത്ത തരത്തിൽ മോശമായി പെരുമാറി എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയതെന്ന് ശ്രീലേഖ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തുള്ളൊരു സാധ്യതയുള്ളത് അധികാരം കയ്യിലുണ്ടായിരുന്ന ആളാണ്. അതല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ കുറ്റം കേട്ടാൽ, അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റമാണെന്ന് കണ്ടാൽ, ക്രിമിനൽ കുറ്റം എന്ന് മാത്രമല്ല, കുറ്റമാണ് ചെയ്തതെന്ന് അല്ലെങ്കിൽ ഒരാൾക്കെതിരെ ആരോപിക്കുകയാണെങ്കിൽ അതിൽ അന്വേഷണം നടത്താനും സ്വയം കേസെടുക്കാനും അധികാരമുള്ള ഒരു സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തലുമായി വന്നിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാത്രം ഇത് 118 വകുപ്പിന്റെ ലംഘനമാണ് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. കാരണം ശ്രീലേഖയ്ക്ക് പൾസർ സുനിക്കെതിരെ അന്ന് ഇത്തരത്തിൽ നടിമാർ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമണം നേരിട്ട സ്ത്രീകൾ വന്നപ്പോൾ അവർ അത് പറയാതെ ദിലീപ് കേസിൽ പ്രതിയായപ്പോൾ ദിലീപിനെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് നീക്കങ്ങളുണ്ടായി. മാത്രമല്ല, പൾസർ സുനിയെ മാത്രമാണ് ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്തതും. കൂട്ടുപ്രതികൾ ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ തന്നെ പൾസർ സുനി പറയുമായിരുന്നു എന്നും, അതായത് ചോദ്യം ചെയ്യലിന്റെ മോഡ് ഓഫ് ക്വസ്റ്റനിങ് എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് അത് വ്യക്തമായി പറയുന്നുണ്ട്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥയല്ല, അന്വേഷണ സംഘാംഗമായിരുന്നില്ല, സംഘത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ആളായിരുന്നില്ല. ആ സമയത്ത് ജയിൽ മേധാവി മാത്രമായിരുന്നു. അത് തന്നെയാണ് ഈ ഒരു ഹർജിയിൽ പ്രധാനമായും അതിജീവിത ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഈ അന്വേഷണ സംഘത്തിലില്ല, അന്വേഷണത്തിന്റെ ചുമതല ഒന്നുമില്ലായിരുന്ന ശ്രീലേഖ IPS എന്ത് അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ ഈ നടിയാക്രമണ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയത്? അവിടെ ദിലീപിനെ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ദിലീപിനെ വെള്ളപൂശാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നോ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയത്? അക്കാര്യങ്ങളിലല്ലേ ആജ്ഞ ഈ അതിജീവിത ഹർജിയിലൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതും?
തീർച്ചയായിട്ടും ടോം, കാരണം ഇവർ ഇത്തരത്തിൽ പറയുമ്പോൾ അത് മാത്രമല്ല, അതിജീവിത കഴിഞ്ഞ ദിവസം നമുക്കറിയാം മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതുമായ കേസുമായി ബന്ധപ്പെട്ട് 3 തവണ അതിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും അതിന്റെ പിന്നിൽ കോടതിയിലുള്ളവർ തന്നെയാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തനിക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സമീപിച്ച ശേഷമാണ് അതിജീവിത കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രസിഡന്റിനെ, രാഷ്ട്രപതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അത്തരത്തിൽ ഇതിന്റെ ഏതറ്റം വരെയും തനിക്ക് നീതി കിട്ടാൻ പോകുമെന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയോടാണ് ഇത്തരത്തിലുള്ള ഫൈറ്റുകൾ നടത്തുന്നതെന്നുള്ള കാര്യം ആലോചിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ദിലീപിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഈ നീക്കത്തിനെതിരെ അതിജീവിത തെളിവ് സഹിതം കോടതിയിലെത്തിയിരിക്കുന്നത്. മാത്രമല്ല, പൾസർ സുനി 50 ലക്ഷത്തിന്റെ കൊട്ടേഷൻ എന്നാണ് അന്ന് വരെ കേരളം കേട്ടിട്ടില്ലാത്ത ഒരു സ്ത്രീക്ക് നേരെ ലൈംഗികാതിക്രമം നടത്താൻ വേണ്ടി കൊട്ടേഷൻ നൽകുന്ന ഒരു വാർത്ത കേട്ടായിരുന്നു 2017 ഫെബ്രുവരി 17 കേരളം ഉണരുന്നത്. അന്ന് വരെ കേട്ടിട്ടില്ലാത്ത കേസുകൾ, അന്ന് വരെ കേട്ടിട്ടില്ലാത്ത രീതികൾ ഒക്കെ നമ്മൾ ഇതിലൂടെ കണ്ടു. അതിനുശേഷം അന്ന് വൈകുന്നേരം ഇവർക്ക് അനുഭാവപൂർവ്വം സംഘടിപ്പിച്ച യോഗത്തിൽ പോലും ദിലീപ് വന്ന് പ്രസംഗിച്ചത് ഇങ്ങനെയാണ്, ദിലീപ് പരാമർശിച്ചത് ഇങ്ങനെയാണ്. എൻ്റെ വീട്ടിലെ പെൺകുഞ്ഞുങ്ങളെ കുറിച്ചാണ്, എൻ്റെ വീട്ടിൽ പെൺകുഞ്ഞുങ്ങളെ തനിച്ചിരുത്തുന്നതിനെ പറ്റിയാണ്, ആ വീട്ടിലെ പെൺകുഞ്ഞുങ്ങളെ കുറിച്ചാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് വളരെ വികാരാധീനനായി സംസാരിച്ച സംഭവം ഓർക്കുന്നു. അതിനുശേഷമാണ് വളരെ നാടകീയമായി 3ാമത്തെ ചോദ്യം ചെയ്യലാണ് കേസിൽ 8ാം പ്രതിയായി ദിലീപിനെ കണ്ടെത്തിയ കേസിൽ 9 പ്രതികളാണുള്ളത്. അതിനുശേഷം 1ാം പ്രതി പൾസർ സുനി നടത്തിയ വെളിപ്പെടുത്തലുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ കേസിൽ 9 പ്രതികളുണ്ട്. ദിലീപ് 8ാം പ്രതിയാണ്. ഇന്ന് 1ാം പ്രതി കോടതിയിൽ ഈ അന്തിമവാദം നടക്കുന്ന ദിവസം 1ാം പ്രതി പൾസർ സുനി കോടതിയിൽ ഹാജരായിരുന്നു. ആദ്യഘട്ടത്തിൽ ആരുടെയൊക്കെ വിസ്താരമാണ് നടക്കുന്നത്? പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നാണല്ലോ നടപടികൾ ഉണ്ടാവുക. ഇത് ഈ വിചാരണ നടപടികൾ പൂർത്തിയാക്കി എന്നത്തേക്ക് വിധി പറയാൻ കഴിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്? പ്രോസിക്യൂഷൻ കേസിൽ അന്തിമവാദം തുടങ്ങിക്കഴിഞ്ഞു. 1ാം പ്രതി പൾസർ സുനി കോടതിയിൽ ഹാജരാവുകയും ചെയ്തിട്ടുണ്ട്. 2 ആഴ്ച സമയമാണ് വാദം പൂർത്തിയാക്കാൻ പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പക്ഷേ പ്രോസിക്യൂഷൻ സമയം നീട്ടി ചോദിച്ചേക്കാനുള്ള സാധ്യതയും ഇതിനകത്ത് തള്ളിക്കളയുന്നില്ല. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ അതിനുശേഷമായിരിക്കും, അതായത് പ്രോസിക്യൂഷന്റെ വാദം കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും പ്രതിഭാഗത്തിന്റെ വാദം കൂടി തുടങ്ങുക. എന്തായാലും ജനുവരി ഒരു സെക്കൻഡ് ഹാഫോടെ, 2ാമത്തെ ആഴ്ചയോടുകൂടി 2025 ജനുവരി പകുതിയോടുകൂടി കേസിൽ വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ഇന്ന് 7.5 വർഷമായി, 6.5 വർഷമായി ഈ കേസിന്റെ വിചാരണ തുടങ്ങിയിട്ട് 2018 മാർച്ച് 8-നാണ് കേസിൽ വിചാരണ തുടങ്ങുന്നത്. സുപ്രീം കോടതി ഉൾപ്പെടെ ഈ കേസിൽ അനിശ്ചിതമായി ഈ കേസിന്റെ വിചാരണ നീങ്ങുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ഉൾപ്പെടെ ഇടപെട്ട കേസുമാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല, ഈ 1ാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം കിട്ടാനും അദ്ദേഹം ജയിലിലായി 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം നൽകുന്ന ഒരു സാഹചര്യം കൂടി. ഇപ്പോൾ പൾസർ സുനി ജാമ്യത്തിലാണ്, 1ാം പ്രതിയാണ് കേസിലെ. സ്വാഭാവികമായിട്ടും അന്തിമവാദത്തിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയപ്പോൾ പൾസർ സുനി ഇന്ന് അന്തിമവാദത്തിനായി കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ടോം, പൾസർ സുനി ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. നമുക്ക് അതോടൊപ്പം അറിയേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചത്. ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും നടപടികളുണ്ടായില്ല, തനിക്ക് നീതി ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്തയക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി ഈ കേസിലെ. ഇത് ഏതെങ്കിലും രീതിയിൽ വിചാരണ നടപടികളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇത് രാഷ്ട്രപതിയുടെ പക്കലൊക്കെ ഇത്തരം ഒരു അപേക്ഷയും പരാതിയും ഒക്കെ എത്തിയ സാഹചര്യത്തിൽ ഇനി ഇത് കേസിന്റെ വിചാരണയോ മറ്റോ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? ടോം, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്തിമ വാദം നടക്കുന്നത്. മാത്രമല്ല, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തന്നെയാണ് ഇതിന്റെ വിചാരണ കോടതിയിൽ വെച്ചിട്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അങ്കമാലി മജിസ്ട്രേറ്റ്
ലീന റഷീദ് ഈ ഇതിലെ പ്രധാന തെളിവായിരുന്ന മെമ്മറി കാർഡ് ആദ്യമായി ടാമ്പർ ചെയ്യുന്നതും അതിന്റെ ഹാഷ് വാല്യൂ മാറിയതും ആ ഒരു സാഹചര്യത്തിലാണ്. പിന്നീട് ശിരസ്തദാർ താജുദ്ദീന്റെ വിവോ ഫോണിലാണ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചത്. മറ്റൊന്ന് ഈ കോടതി ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹനൻ, ഈ 3 പേര് പല സമയങ്ങളിലായി മെമ്മറി കാർഡ് പരിശോധിച്ചിരുന്നു. ഈ പരിശോധന ഇതിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. നടിയുടെ പരാതിയിന്മേലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതേസമയം ഈ മൂന്ന് സംഭവങ്ങൾ കൃത്യമായും ഏതൊക്കെ സമയത്താണ് ഇത് സംഭവിച്ചതെന്ന് വരെ കണ്ടെത്തിയിരുന്നു. പക്ഷെ അതിന്റെ മേൽ നടപടി ഉണ്ടായില്ല. കോടതി അധികൃതർ, അതായത് ഈ പറയുന്നത് പോലെ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും സുരക്ഷിതമായ ഇടമെന്ന് കരുതുന്ന കോടതിയിൽ കൊടുത്ത തെളിവ് ആ മെമ്മറി കാർഡാണ് ടാമ്പർ ചെയ്യപ്പെട്ടതും അതിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി കണ്ടെത്തിയത്. അത് അങ്കമാലി മജിസ്ട്രേറ്റ് മുതൽ ഈ കോടതി ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് പരിശോധിച്ച സാഹചര്യം കൂടി വ്യക്തമാക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അവർക്കെതിരെ നടപടിയെടുക്കാത്തത് എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിലീപിന്റെ സുഹൃത്തുക്കൾ, അഭിഭാഷകർ, ഈ കോടതി ജഡ്ജ്, അതായത് ജസ്റ്റിസ് ഹണിയം വർഗീസ്, പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ജസ്റ്റിസ് ഹണിയം വർഗീസ് ഉൾപ്പെടെയുള്ളവർ സംശയത്തിന്റെ നിഴലിലായിരുന്നു. വിചാരണ കോടതി മാറ്റണം എന്ന് വരെയുള്ള ആവശ്യവുമായി അതിജീവിത കോടതിയിലെത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഉപഹർജിയായി നൽകിയിരുന്നത് കൊണ്ട് മറ്റൊരു ഹർജിയായി ഫയൽ ചെയ്യാനായിരുന്നു അന്ന് കോടതി പറഞ്ഞത്. എന്തായാലും വിചാരണ നടപടികൾ ഇപ്പോൾ നടക്കുന്ന എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ്. ഹണിയം വർഗീസിനെതിരെ നേരത്തെയും ഇത്തരം, അതായത് അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ട ഈ മെമ്മറി കാർഡ് ടാമ്പറിംഗുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് കാണിച്ചുകൊണ്ട് അതിജീവിതം നൽകിയിരിക്കുന്ന പരാതി ഹൈക്കോടതിക്കും സുപ്രീം കോടതിയിൽ നിന്നും നൽകിയ ശേഷവും അതിൽ നടപടി ഉണ്ടായിട്ടില്ല. അത് കോടതി ഉദ്യോഗസ്ഥർ അതിൽ ഇൻവോൾവ് ആയതുകൊണ്ടാണ് എന്നുള്ള ആരോപണമാണ് അതിജീവിതയ്ക്കുള്ളത്. അതിൽ നടപടി ഉണ്ടാകാത്തത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയെ ഈ കത്തുമായി അതിജീവിത സമീപിച്ചിരിക്കുന്നത്. അതായത് ജുഡീഷ്യറിക്ക് മേൽ ഭരണപരമായ ഇടപെടൽ ഉണ്ടാകണം എന്നാണ് അതിജീവിത ആ കത്തിലൂടെ രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേട്ടോ, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലാണ് വിചാരണ കോടതിയിൽ അന്തിമവാദം തുടങ്ങിയിരിക്കുന്നത്.